അതേസമയം ഇപ്പോൾ KPMSന്റെ 48ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേക്ഷണം. നമ്മുടെ നാട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നാടാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ നാടാൻ്റെ എപ്പോഴും വിലയിരുത്തുമ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് നമുക്കത്. അതുപോലെ തന്നെ താരതമ്യേന ദളിത് ജനവിഭാഗത്തിന് മെച്ചപ്പെട്ട അവസ്ഥ ഇവിടെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ നവോത്ഥാന പ്രസ്ഥാനം ഈ നാടിനെ മാറ്റിമറിക്കുന്നതിന് എത്രമാത്രം പങ്കുവഹിച്ചു എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു നില കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞത് നവോത്ഥാന പ്രസ്ഥാനത്തിന് അതിശക്തമായ പിന്തുടർച്ച കേരളത്തിലുണ്ടായി എന്തുകൊണ്ടാണ്. അതിൻ്റെ ഭാഗമായി തന്നെ സാമൂഹ്യമായ ഒട്ടേറെ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചു. ഇവിടെ കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സംസ്ഥാനം 2-3 ഖണ്ഡങ്ങളായി നിൽക്കുമ്പോഴും വിവിധ രീതിയിലുള്ള അവകാശ പോരാട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ പിണറായി ശിവകുമാർ ചൂണ്ടിക്കാണിച്ച ഒട്ടേറെ സമരങ്ങളിൽ ചിലത് എടുത്തു പറയത്തക്ക ചിലത് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അന്ന് അതിനെ അസഹിഷ്ണുതയോടെ നോക്കിക്കണ്ടവരുണ്ട്. ചാണാ ബഹള ഒരു ലഹരിയായിരുന്നില്ല, അത് സാധാരണ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു സമരമായിരുന്നു. ഇന്ന് നമുക്കെല്ലാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ട്. എന്നാൽ ആ കാലത്ത് അതിനവകാശമില്ല. ഒരു നാടിൻ്റെ ദുരവസ്ഥ എന്ന് മാത്രമേ ഞാൻ പറയാൻ പറ്റൂ. മാറുമറക്കാൻ അവകാശമില്ലാത്ത സ്ത്രീകൾ, അർദ്ധനഗ്നരായി നടക്കേണ്ടി വരുന്ന ജനവിഭാഗങ്ങൾ, മുട്ടിനു താഴെ മുണ്ടെടുക്കാൻ അവകാശമില്ലാത്തവർ, കൂലി ധാന്യമായി വാങ്ങുമ്പോൾ അത് ധാന്യമാകാൻ പാടില്ല, പതിര് കലർന്ന ധാന്യം മാത്രമേ
കൂലിയായി സ്വീകരിക്കാൻ പാടും. അക്ഷരാഭ്യാസം നിഷേധിക്കുന്നില്ല. തൊട്ടുകൂടായ്മയും തീണ്ടലും ശക്തമായി നിലനിന്ന അവസ്ഥ. വഴിയിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തതിന പട്ടിക്ക് നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യരായി പറഞ്ഞയാൾക്ക് നടക്കാൻ അവകാശമില്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഇതൊരു ഭ്രാന്താലയമല്ലേ എന്ന് സ്വാമി വിവേകാനന്ദൻ ക്ഷോഭിച്ചുകൊണ്ട് ചോദിച്ചു. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ അവകാശം നൽകിയപ്പോഴും ദളിത് കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാനും ക്ലാസ്സിൽ നിന്ന് പഠിക്കാനും അവകാശമില്ലാത്തൊരു കാര്യം. അതാണ് പഞ്ചമിയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്കൂളിൽ ചേർന്ന പഞ്ചമി പഠിക്കാൻ പാടില്ല. പഞ്ചമിയോടൊപ്പം മറ്റു കുട്ടികൾ ഇരുന്ന് പഠിച്ചാൽ അത് വലിയ അപകടമായി തീരും. പഞ്ചമിയെ പുറത്താക്കുന്നു. അത് കേട്ട് ക്ഷോഭിച്ച മഹാനായ അയ്യങ്കാളി പഞ്ചമിയുടെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് പോകുന്നു. പഞ്ചമിയെയും കൂട്ടി അയ്യങ്കാളി വരുന്നുവെന്ന് കേട്ട അന്നത്തെ പ്രമാണിമാർ ആ ക്ലാസ്സിന് തീയിടുന്നു. പാതിവന്ത ബെഞ്ച് ഇപ്പോഴും ആ സ്കൂൾ സന്ദർശിക്കുന്നവർക്ക് കാണാം. ഇങ്ങനൊരു കാര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പൊതുവഴിയിലൂടെ യാത്ര ചെയ്യാൻ അവകാശമില്ലെന്ന് ധരിച്ച് സവർണ പ്രമാണിമാർ ഇടപെട്ട കാലം. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മഹാനായ അയ്യങ്കാളി തന്റെ പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തിയത്. നല്ല വേഷഭൂഷാദികളോടുകൂടി തന്നെ ഗംഭീരമായ വില്ലുവണ്ടിയും അതിന് കോട്ടും തലപ്പാവും ധരിച്ച അയ്യങ്കാളി അന്നത്തെ ജാതി മേധാവിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ യാത്ര നടത്തിയത്. ഇവിടെ ഇത്തരത്തിലുള്ള എത്രയോ ഇടപെടലുകൾ, ആ ഇടപെടലുകളുടെ ഭാഗമായാണ് നമ്മുടെ സമൂഹം മാറി വന്നത്. മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്ത്
ശക്തിപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനം. അതിന്റെ ഭാഗമായി വിവിധ സമുദായങ്ങളിൽ നിലനിന്നിരുന്ന തെറ്റായ കാര്യങ്ങൾക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾ, ഇതിന്റെയെല്ലാം ഭാഗമായാണ് നാട്ടിൽ മാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ടത് രണ്ട് വിഭാഗമായിരുന്നു. ജാതീയമായ രീതിയിൽ നോക്കിയാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗം, ചാതുർവർണ്ണ വ്യവസ്ഥയനുസരിച്ച് നാല് വർണ്ണങ്ങളേ ഉള്ളൂ. അതിന് ശൂദ്രവിഭാഗത്തിൽ അന്നത്തെ ജാതി പ്രമാണിമാർ യഥാർത്ഥത്തിൽ പട്ടികജാതിയെ പരിഗണിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യരായി പോലും ചാതുർവർണ്ണ വ്യവസ്ഥക്കാർ പട്ടികജാതി വിഭാഗത്തെ പരിഗണിച്ചിരുന്നില്ല എന്നാണ്. അത്തരമൊരു കാലം. ഇതേപോലെ തന്നെ ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ട വിഭാഗം സ്ത്രീകളായിരുന്നു. ജാതീയമായ മേൽക്കോയ്മ അവകാശപ്പെടുന്ന ബ്രാഹ്മണ വിഭാഗത്തിലെ സ്ത്രീകളായിരുന്നു ഏറ്റവും അധികം യാതന അനുഭവിച്ചത്. ആ കാലത്തെ സമ്പ്രദായമനുസരിച്ച് യുവതിയാകുന്നതിന് മുൻപ് തന്നെ വളരെ ചെറുപ്രായത്തിൽ, ചിലപ്പോൾ കുട്ടിപ്രായം വിടുന്നതിന് മുൻപ് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു. വിവാഹം ചെയ്തു കൊടുക്കുന്നത് വലിയ പ്രായമുള്ള ഒരാൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചു നാൾ കഴിയുമ്പോൾ അങ്ങനെയുള്ള ചിലർ സ്വാഭാവികമായും മരണമടയും. പിന്നെ ഈ കുട്ടി യുവതിയായില്ല, ചെറിയ പ്രായം, തല മുണ്ടനം ചെയ്ത് ജീവിതകാലം മുഴുവൻ ഇരുട്ടറയിൽ കഴിയണം. ഇതിനെല്ലാം എതിരെയുള്ള വലിയ അമർഷം, രോഷം ആ കാലത്ത് അണപൊട്ടി ഒഴുകാനിടയായത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. വീട്ടിലും മറ്റും നേതൃത്വം കൊടുത്തുകൊണ്ട് ആ സമുദായത്തിനകത്ത് നടത്തിയ പ്രക്ഷോഭങ്ങൾ, അതിന്റെ ഭാഗമായി വന്ന മാറ്റങ്ങൾ അല്ല നമ്മുടെ സമൂഹത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. മാറുമറക്കാൻ വേണ്ടി സ്ത്രീകൾ സമരം നടത്തിയപ്പോ ആ സമരത്തെ നേരിടുന്നതിന്
മാറുമറച്ച സ്ത്രീകളുടെ മാറുമറച്ച തുണി വലിച്ചു കീറുന്നതിന് മാറുമറക്കാത്ത സ്ത്രീകളെ അക്കാലത്തെ യാഥാസ്ഥികർ ഉപയോഗിച്ചതും നമ്മുടെ നാടിന്റെ ചരിത്രമാണ്. ഇവിടെ അവയവങ്ങൾക്ക് കരം, അതിനെതിരെ വലിയ എതിർപ്പുകൾ ഉയർന്നു വന്നു. ചേർത്തലയിലെ മുലച്ചിപ്പറമ്പെന്ന് പിന്നീട് അറിയപ്പെടുന്ന ആ വീട്ടിൽ താമസിച്ചിരുന്ന നങ്ങേലി എന്ന യുവതി മുലക്കരം പിരിക്കാൻ വന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിൽ തന്റെ 2 മുലകളും മരിഞ്ഞിട്ടുകൊണ്ട് പ്രതിഷേധിച്ച കാര്യം നമ്മുടെ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ വലിയ തോതിൽ രേഖപ്പെടുത്താത്ത ഒന്നാണ് ആ ചരിത്രം. ഇങ്ങനെയുള്ള എത്രയോ പ്രക്ഷോഭങ്ങൾ കല്ലുമാല മാത്രമേ അന്ന് ദളിത് വിഭാഗത്തിലെ സ്ത്രീകൾക്ക് ധരിക്കാൻ അവകാശമുണ്ട്. കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നടത്തിയ ധീരോദാത്തമായ സമരം ഇത്തരത്തിലുള്ള സാമൂഹ്യമായ ഇടപെടലുകൾ അതിന്റെ ഭാഗമായാണ് നമ്മുടെ നാട് ഈ തരത്തിൽ മാറി വന്നത്. അതോടൊപ്പം അധ്വാനിക്കുന്ന ജനങ്ങൾ അതിന്റെ ഭാഗമായി ആ കാലത്ത് നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അടിച്ചമർത്തലുകൾക്കെതിരെ ഉയർത്തിയ പ്രതിഷേധം കർഷക തൊഴിലാളിയും കർഷകരും തൊഴിലാളികളും ജന്മിക്കും ഭൂവുടമകൾക്കും മുതലാളികൾക്കുമെതിരെ നടത്തിയ പ്രക്ഷോഭം, അതിന്റെ എല്ലാം ഭാഗമായി വലിയൊരു ഐക്യനിര നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നു. അതില് ജാതിഭേദമോ മതഭേദമോ ഉണ്ടായില്ല. തൊഴിലാളി, കർഷകൻ, കർഷക തൊഴിലാളി ഈ നിലയിൽ സംഘടിക്കുകയും അതിലൂടെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന തെറ്റായ പല കാര്യങ്ങളും തിരുത്തിക്കാനാവുകയും അതോടൊപ്പം അവകാശങ്ങൾ നേടിയെടുക്കാനാവുകയും ചെയ്തു. ഇത് നവോത്ഥാനത്തിന്റെ തുടർച്ചയായിരുന്നു. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സഹോദരന്മാരായി വാഴുന്ന നമ്മുടെ കേരളം ഈ തരത്തിലുള്ള ഒട്ടേറെ ഇടപെടലുകളിലൂടെയാണ് വാർത്തെടുക്കപ്പെട്ടത്. നേരത്തെ സമൂഹത്തിൽ ഉയർത്തപ്പെട്ട മുദ്രാവാക്യങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അതിന്റെ ഭാഗമായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് വന്ന സാരമായ മാറ്റം. നമ്മുടെ നാട്ടിൽ
സാർവത്രികമായ വിദ്യാഭ്യാസം, സൗജന്യമായി 10ാം തരം വരെ പഠിക്കാനുള്ള സൗകര്യം, ഇവിടെ കൃത്യമായ തോതിൽ സംവരണ വ്യവസ്ഥ നടപ്പിലാക്കുകയും സാർവത്രിക വിദ്യാഭ്യാസം നടപ്പാക്കുകയും ചെയ്തപ്പോൾ അത് ഒട്ടേറെ പേർക്ക് വിദ്യ അഭ്യസിക്കാൻ അവസരം നൽകി. വീട്ടിനടുത്ത് സ്കൂളുകൾ ഉണ്ടാകുന്ന അവസ്ഥ വന്നു. നല്ല മാറ്റം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് കഴിയും. അതേവരെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ കാരണം വിദ്യാഭ്യാസം നടത്താൻ കഴിയാതിരുന്ന കുടുംബങ്ങൾക്ക്, അതിൽ ആ കുടുംബങ്ങളിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിച്ചു. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത്. ആ മാറ്റത്തിന്റെ വഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഭൂപരിഷ്കരണ നിയമം, കാർഷിക പരിഷ്കരണ നടപടികൾ. ഇതോടൊപ്പം പിന്നീട് ആ ഗവൺമെന്റ് അല്ല, പിന്നീട് നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കുടികിടപ്പായി താമസിക്കുന്ന വീടുകൾ, അവർക്ക് കുടികിടപ്പ് അവകാശം, നമ്മുടെ കൃഷിക്കാരന് കൃഷിഭൂമി ലഭിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അത്. കുടികിടപ്പ് അവകാശം ലഭിച്ചു എന്നത് നമ്മുടെ നാടിന്റെ പൊതുവായ രീതികൾ മാറുന്നതിനിടയാക്കിയ ഒട്ടേറെ നടപടികളായിരുന്നു ഇതൊക്കെ. ഇത്തരം നടപടികളിലൂടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത്. ഇതിനെ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിനെ ജാതിവെറിയുടെയും മതസ്പർദ്ധയുടെയും ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് ഇവിടെ നടന്ന എണ്ണമറ്റ പോരാട്ടങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ നാട് ഇന്ന് നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. ഇവിടെയാണ് നേരത്തെ ശ്രീ പുന്നല പറഞ്ഞ ഇപ്പോഴുമുള്ള അസഹിഷ്ണുത നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ എത്രമാത്രം തെറ്റായ രീതിയിൽ നടക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്.
നവോത്ഥാന കാലത്തിന്റെ ഭാഗമായി ചെറിയ ചില കാര്യങ്ങൾ പാഠപുസ്തകത്തിലുണ്ടായതുകൊണ്ട് പോലും സഹിഷ്ണുതയോടെ കാണാൻ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആ പാഠഭാഗങ്ങൾ നീക്കാൻ വേണ്ടി നടപടികളെടുത്തത്. അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഇവിടെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ യോഗം നടന്നപ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകമായ രീതിയിൽ ഉന്നയിക്കപ്പെട്ടു. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായില്ല. എന്നാൽ ചൂണ്ടിക്കാണിച്ച കാര്യം നമ്മുടെ നാട്ടിൽ അടിത്തട്ടിൽ തന്നെ തുടങ്ങണം. ചെറിയ കുഞ്ഞുങ്ങൾക്ക് തന്നെ നവോത്ഥാന കാലത്തെക്കുറിച്ചുള്ള ധാരണ വേണം. അതുകൊണ്ട് നവോത്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള പാഠഭാഗങ്ങൾ ഉണ്ടാവണം എന്നെല്ലാവരും ആവശ്യപ്പെട്ടു. സർക്കാരിന് അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായവും ഇല്ലാത്തതിനാൽ അപ്പം തന്നെ പാഠഭാഗത്ത് നവോത്ഥാന പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കുമെന്നും അതിനാവശ്യമായ രീതിയിൽ പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും ആ ഘട്ടത്തിൽ തന്നെ ഉറപ്പു നൽകുകയുണ്ടായി. അത് നല്ല മനസ്സോടെ എല്ലാവരും സ്വീകരിച്ചത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. കേന്ദ്രത്തിന്റെ അധികാരശക്തിയടക്കം ഉപയോഗിച്ചുകൊണ്ട് മതനിരപേക്ഷതയെ തകർക്കാനുള്ള ശ്രമം, ജാതീയമായ ഒട്ടേറെ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, പട്ടികജാതി വിഭാഗത്തിന് നേരെ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുന്നവരാണ്. ഇതെല്ലാം രാജ്യത്താകെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴും ചെറുവിരൽ അതിനെതിരെ അനക്കാൻ തയ്യാറാകാത്ത നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ, ഇത് നാം കണ്ടതാണ്, അനുഭവിച്ചതാണ്. ആ അവസ്ഥ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനാവില്ല. ഇന്നത്തെ ഇന്ത്യയിൽ ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ പട്ടികജാതി വിഭാഗത്തിന് നേരിടേണ്ടി വരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ദിനംപ്രതി പട്ടികജാതി വിഭാഗത്തിലുള്ള ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഓരോ പ്രദേശത്തും അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് നിലനിൽക്കുന്ന ചില തൊഴിൽ രീതികളുണ്ട്. അങ്ങനെയുള്ള തൊഴിലിലേർപ്പെട്ട പാവപ്പെട്ട പട്ടികജാതി യുവാക്കളെ നഗ്നരാക്കി
ഭീകരമായി തല്ലുന്ന ചിത്രം ഗുജറാത്തിൽ നിന്ന് പുറത്തു വന്നത് നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചു. ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ രാജ്യം അപമാനിതമായി. ഒരു സവർണ വിഭാഗത്തിന്റെ കലാപരിപാടി നടക്കുമ്പോൾ ദൂരെ മാറി നിന്ന് ഒരു പ്രത്യേക ഡാൻസ് ആയിരുന്നു അത്. ആ ഡാൻസ് കണ്ട ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളായിപ്പോയി എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഡാൻസ് കാണാൻ എന്തിനു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ വാർത്തയും നാം ദുഃഖത്തോടെ വായിക്കേണ്ടി വന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. അത്തരമൊരു നിലയിലേക്ക് രാജ്യത്തെ അധപതിപ്പിക്കാനാണ് ഇക്കഴിഞ്ഞ 5 വർഷക്കാലം ശ്രമം നടന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അയ്യങ്കാളി കൊടുത്തു നീട്ടിയ നവോത്ഥാന സന്ദേശം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് KPMS എന്നതിൽ നിങ്ങൾക്കേവർക്കും അഭിമാനിക്കാവുന്നതാണ്. നവോത്ഥാനത്തിലൂടെ നാം നേടിയ നേട്ടങ്ങളും അവകാശങ്ങളും ഇല്ലാതാക്കി പഴയ കാലത്തേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാൻ വർഗീയ ശക്തികളും യാഥാസ്ഥികരും നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ മറ്റൊരു സമരമാണ് നാം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഈ പ്രതിരോധത്തെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ നിങ്ങൾക്കും സഹോദര സംഘടനകൾക്കും കാണാൻ കഴിഞ്ഞുവെന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. അതിന് എല്ലാ അഭിനന്ദനങ്ങളും ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് അർപ്പിക്കട്ടെ. ഇതിനെ നവോത്ഥാന സംരക്ഷണ സമരമായി തന്നെ നാം കാണേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ശ്രദ്ധേയമായ പ്രതീകമായിരുന്നു നിങ്ങൾ ഒരാശയമെന്ന രീതിയിൽ തുടക്കം കുറിച്ച് പിന്നീട് കേരളത്തിലെ പുരോഗമന ചിന്താഗതിക്കാരാകെ മതനിരപേക്ഷ ചിന്താഗതിക്കാരാകെ സ്ത്രീയുടെ അവകാശം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാകെ ഒന്നായി ചേർന്നുകൊണ്ട് അതിശക്തമായ രീതിയിൽ പടുത്തുയർത്തിയ ലോകം ശ്രദ്ധിച്ച വനിതാ മതിൽ. അതിലടക്കം നിങ്ങൾ വഹിച്ച പങ്ക് ചരിത്ര പ്രാധാന്യമുള്ളതാണ്. അയ്യങ്കാളിയുടെ പൈതൃകത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നതുമാണ്. ആ വഴിക്ക് നമുക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ നാടിലെ നവോത്ഥാന മൂല്യങ്ങൾ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് നമുക്ക് കൂട്ടായി പ്രതിജ്ഞയെടുക്കാം. അതിനായി ഒന്നിച്ച് പ്രവർത്തിക്കാം. അതിനെതിരെ നീങ്ങുന്ന ഏത് ശക്തിയെയും നമുക്ക് ഒന്നിച്ച് നേരിടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സന്തോഷപൂർവ്വം ഉദ്ഘാടനം